റൈറ്റ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ നമുക്കൊപ്പം ചേരുന്നുണ്ട്, മറ്റ് പാനലിസ്റ്റുകൾക്കൊപ്പം. ശ്രീ മുഹമ്മദ് ഷാ, പാവപ്പെട്ട മനുഷ്യൻ ആണ് മരിച്ചത്, നമ്മൾ കേൾക്കാം. അത്രയും വികാരപരമായിട്ട് താങ്കളുള്ള കൊച്ചിയിൽ തന്നെയാണ് ഈ ഇത്രയും വിഷമിക്കുന്ന ഒരു രംഗത്തിന് പോലും സാക്ഷിയാകേണ്ടി വരുന്നത്. ഇങ്ങനെ ഒരു സിവിലിയൻസ് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിന് റെസിസ്റ്റൻസ് ഫണ്ട് പറഞ്ഞത് 97% ഒക്കെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു കശ്മീർ താഴ്വരയിൽ ആർട്ടിക്കിൾ 370 വരുമ്പോൾ അത് ഒരു ജോഗ്രഫിക്കൽ ചേഞ്ചിനോടുള്ള ഞങ്ങളുടെ റെസിസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് ശരിക്കും കശ്മീരി മുസ്ലിങ്ങൾക്കുള്ള ഒരു ന്യായമായ ഒരു കൺസേൺ തന്നെയായിട്ട് ഇനിയും പറയപ്പെടുമോ? ആ തരത്തിലായിരിക്കുമോ ഒരുപക്ഷെ ഈ വിഷയത്തിന് ശേഷം ലീഗും കോൺഗ്രസും ഒക്കെ ഉയർത്താൻ പോകുന്ന ഒരു കൺസേൺ അതായിരിക്കുമോ? അതോ ഒരു ഹിന്ദു മുസ്ലിം സ്പ്ലിറ്റ് ശക്തമാക്കാനുള്ള തീവ്രവാദികളുടെ ശ്രമമാണോ ഇത്? എങ്ങനെയാണ് അവരുടെ ഈ റെസിസ്റ്റൻസ് ഫണ്ടിന്റെ ആ വാദത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഈ ആക്രമണത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കുക എന്ന ശത്രു രാജ്യത്തിന്റെ ലക്ഷ്യമാണ്. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം ശ്രീ മുഹമ്മദ് ഷാ, പറഞ്ഞോളൂ, കേൾക്കാം. ഈ രാജ്യത്തെ ശിഥിലമാക്കുക എന്ന ലക്ഷ്യമാണ്. കാശ്മീരിലെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കുക എന്നാണ് അവരുടെ ലക്ഷ്യമാണ്. ഇവിടെ മതപരമായ സ്പർദ്ധ ഉണ്ടാക്കുന്നതിന് ഹിന്ദു, മുസ്ലിം, സിഖ്, പാഴ്സി, ക്രിസ്ത്യൻ എന്ന രീതിയിൽ വേർതിരിക്കുന്ന ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യലാണ് അവരുടെ ലക്ഷ്യം. അവർ മതം പറഞ്ഞ് കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഓരോ മനുഷ്യന്റെ നെഞ്ചിലേക്കാണ് അവർ നിറയൊഴിച്ചിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സിറ്റിയുടെ യൂണിറ്റിയാണ്. നമ്മൾ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു രാജ്യത്ത് നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഭീകരവാദിയുടെ മൈൻഡ് സെറ്റ് ക്രിമിനലാണ്. പൂർണ്ണമായ ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് മാത്രമേ പോയിന്റ് ബ്ലാങ്കിൽ വന്ന് മുഖത്ത് നോക്കി എന്തൊരു മോട്ടീവില്ലല്ലോ ഇതിനൊന്നും. ഇതിന്റെ മോട്ടീവ് എന്താണ്? ആരോടെങ്കിലും ഒരാൾ എന്നെ ആക്രമിക്കാൻ വന്നു തിരിച്ചാക്രമിക്കുക, അങ്ങനെയല്ല. ഒരാളോട് വിരോധത്തിന് വേണ്ടി ആക്രമിക്കുകയല്ല. ഒരു കാരണവുമില്ലാത്ത നിരപരാധികളെ കൊന്നൊടുക്കാനുള്ള ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. അവർ ഈ രാജ്യത്തിനെതിരെയുള്ള അവരുടെ ആക്രമണമാണ്. ഒരു കാശ്മീരിലായാലും ശരി, നമ്മുടെ രാജ്യത്തിൽ എവിടെയായിരുന്നാലും ശരി, ആ രാജ്യം നന്നാകാൻ പാടില്ല എന്ന അവരുടെ തീരുമാനമാണ്. അവർക്കറിയാം ഇന്ത്യയിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മറ്റു വിഭാഗങ്ങളെല്ലാം ഒന്നിച്ച് ജീവിച്ചാൽ ഇന്ത്യ വലിയ ഉയർച്ചയിലേക്ക് എത്തും. അതിനു വേണ്ടിയിട്ട് ഒരു സ്പർദ്ധ ക്രിയേറ്റ് ചെയ്യാനാണ് ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം നിറയൊഴിക്കുകയും ചെയ്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച്, ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ച് ആ നിറയൊഴിച്ച് ഓരോ വെടിയും നമ്മുടെ നെഞ്ചിൽ തന്നെ കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനിയും ഭിന്നമായി നമ്മൾ നിൽക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടേണ്ടതുണ്ട്. നമ്മുടെ ശത്രു രാജ്യങ്ങൾ നമുക്കെതിരെ ഇത്തരം കാര്യങ്ങൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അടിച്ചമർത്തുക തന്നെ വേണം. ഞാൻ പറയുന്നു, ഒരാളെയും സ്പെയർ ചെയ്യാൻ പാടില്ല. ഇതിന്റെ പിന്നിലെ പിന്നായി നിൽക്കുന്ന ആളുകളെ ഒരിക്കലും സ്പെയർ ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ കാശ്മീർ എങ്ങനെയാണോ മിനിഞ്ഞാന്നുണ്ടായിരുന്നത് ആ രൂപത്തിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. ധൈര്യമായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന കാശ്മീരിനെ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അവിടെ ഇനിയും ഭീതിയോടുകൂടി ഈ 2.5 ലക്ഷം ജനങ്ങളാണ് കഴിഞ്ഞ വർഷം അവിടെ പോയത്. ഇത്തവണ അതിനേക്കാൾ കൂടുതൽ എത്തുമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ്. ആ കാശ്മീരിനെ അവർ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, അവിടെ കാശ്മീരികളായ ജനങ്ങൾ പൂർണ്ണമായും നമ്മുടെ രാജ്യത്തോടൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. നമ്മുടെ രാജ്യത്തോടൊപ്പം കാശ്മീരികൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അവർ സന്തോഷത്തോടെ അവർ ജീവിക്കുന്നു എന്നതാണ് അവരെ ഹോണ്ട് ചെയ്യുന്നത്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഒരുമിച്ച് നിൽക്കുമ്പോൾ പോലും ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വിമർശിച്ചിട്ടുണ്ട് ബിജെപിയുടെ കശ്മീർ നയങ്ങളെ. ഏകീകരണമല്ല ഉണ്ടാക്കുക എന്നുള്ള വിമർശനങ്ങൾ മുൻപും ഉണ്ടായതാണ്. ഒരുപക്ഷെ ഇത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെപ്പോഴെങ്കിലും അത്തരം കാര്യങ്ങൾക്കുള്ള ഒരു പുനർവിചിന്തനം നടത്തണം. സമാധാനമായിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ, ടെററിസം ഇല്ലാതെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, അങ്ങനെ കൂടി രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളടക്കമുള്ളവർ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അപ്പൊ അതിനെ നിങ്ങൾ മിക്സ് ചെയ്യാൻ പാടില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിനെ ബേസ് ചെയ്തിട്ട് ഭരണഘടനാപരമായി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയം നിയമപരമായി നമ്മളിവിടെ കൈകാര്യം ചെയ്യും. നമ്മുടെ പാർലമെന്റ് കൈകാര്യം ചെയ്യും, നമ്മുടെ കോടതികൾ കൈകാര്യം ചെയ്യും. ആ നിയമപരമായ വിധികളും വിധി പകർപ്പുകളും നമ്മൾ പാലിക്കും. നമ്മുടെ രാജ്യം നോക്കാൻ നമുക്കറിയാമല്ലോ. നമ്മുടെ രാജ്യത്തെ പ്രശ്നം, ഇപ്പൊ ഉദാഹരണം, പ്രോപ്പർ കൺസൾട്ടേഷൻ ഉണ്ടായിട്ടില്ല എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ കൺസൾട്ടേഷൻ വേണമായിരുന്നു എന്ന് പറയുന്നതിൽ അത് അന്യോന്യം പറയേണ്ടതാണല്ലോ. അങ്ങനെയുള്ള ചർച്ചകളിലൂടെയും അങ്ങനെയുള്ള തർക്കങ്ങളിലൂടെയാണല്ലോ നല്ല നിയമങ്ങളും നല്ല പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ഉണ്ടാകുന്നത്. അത് നമ്മുടെ കാര്യമാണ്. മറ്റൊരു രാജ്യത്തിരിക്കുന്നവന് അതിനെക്കുറിച്ച് ചിന്തിക്കാനോ നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടാനോ അതിന്റെ പേര് വന്ന് നമ്മളെ കൊല്ലാനോ അനുവദിക്കാൻ പാടില്ല. അതിൽ നമ്മൾ ഒറ്റക്കെട്ടാണ്.
പോളിസി കാര്യങ്ങളിലൊക്കെ തർക്കിക്കണമല്ലോ. ജനാധിപത്യ സംവിധാനം അങ്ങനെയല്ലേ? നമുക്ക് തർക്കമുള്ള കാര്യങ്ങൾ തർക്കമായി തന്നെ നമ്മൾ ഉന്നയിക്കണം. അത് നമ്മുടെ പാർലമെന്റ് ഉന്നയിക്കണം, നമ്മുടെ പൊതുവേദികൾ ഉന്നയിക്കണം, രാഷ്ട്രീയമായി ഉന്നയിക്കണം, നിയമപരമായി ഉന്നയിക്കണം. അത് നിയമപരമായ കാര്യങ്ങൾ അത് ആ വഴിക്ക് അതിന്റെ വഴിക്ക് പോകും. ഇതല്ലല്ലോ. ഇത് അതുമായിട്ട് എങ്ങനെയാണ് നമ്മൾ തുലനപ്പെടുത്തുന്നത്? ഇതെന്താ ചെയ്തിരിക്കുന്നത്? നമ്മളെ ശിഥിലമാക്കുക. നമ്മൾ തർക്കിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ നമ്മൾ ഒന്നല്ലേ? ആ ഒന്നായി പോകുന്നതിനെ തകർക്കലല്ലേ അവർ ചെയ്തിരിക്കുന്നത്? അതിനെ ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ കാണണം. ഒറ്റക്കെട്ടായിട്ട് ഈ വിഷയത്തിൽ ഒരു വോയിസ് പോലും മാറി വരും തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും മാറിയ വോയിസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് അവരെ കൈകാര്യം ചെയ്ത് തന്നെ വേണം.